ഗുഡ് മോർണിംഗ്. അപ്പൊ ഇപ്പൊ സമയം 7:45 കേട്ടോ രാവിലെ. ഇന്ന് എനിക്ക് 2 വർക്ക് ഉണ്ട്. സോ രാവിലെ തന്നെ എണീച്ചിട്ട് പോണം. അപ്പൊ ഓൾമോസ്റ്റ് ഇതാ പോകുമ്പത്തെ ലുക്ക് ഇങ്ങനെയൊക്കെ ആയിരിക്കും. ഇനി അവിടെ ചെന്നിട്ടാണ് ഞാൻ ആക്ച്വലി റെഡി ആവുന്നത്. സോ അപ്പൊ ആ സമയമാകുമ്പോഴേക്കും എന്താ പറയാ, ഇവിടുന്ന് ബാഗും പെട്ടിയും സാധനങ്ങളൊക്കെ എടുത്തിട്ട് വേണം എനിക്ക് പോവാൻ. അപ്പൊ എന്താണ് അവിടുത്തെ വിശേഷങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പൊ ഇന്ന് 2 വർക്ക് ഉണ്ട്. 2 വർക്ക് എവിടെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരെണ്ണം അങ്കമാലി, ഒരെണ്ണം നമ്മുടെ എടപ്പള്ളിയിലാണ്. സോ യെസ്, അപ്പൊ ഞാൻ പോവാൻ വേണ്ടി റെഡി ആയി നിൽക്കുകയാണ്. ഈ 2 ബാഗ് മാത്രമേ ഞാൻ എടുക്കുന്നുള്ളൂ. ഞാൻ പോകുന്നത് പ്രമാണിച്ച് ടെൻഷൻ ആയിട്ട് ഇപ്പൊ തന്നെ കിടക്കുന്നതാണ് നിങ്ങൾ ഈ കാണുന്നത്. അടുത്ത ആൾക്ക് വലിയ കുഴപ്പമൊന്നുമില്ല, ആളെ നൈസായിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ഫുഡ് കഴിച്ചിങ്ങനെ ഒരു മയത്തിൽ ഇങ്ങനെ ഇരിക്കുക. പറഞ്ഞു വന്ന എന്താണ്, അപ്പൊ ഇന്നത്തെ വിശേഷങ്ങൾ മൊത്തം ഞാനൊരു വ്ളോഗ് ആക്കാന്ന് വിചാരിക്കുകയാണ്. എത്രത്തോളം വ്ളോഗ് എടുത്ത് സക്സസ് ആവാൻ പറ്റുന്ന എനിക്കറിയില്ല, പക്ഷെ നമുക്ക് മാക്സിമം നോക്കാം. എന്നെ കൊണ്ട് പറ്റുന്നതൊക്കെ ഞാനിങ്ങനെ കവർ ചെയ്യാം. കുന്നലക്കൊക്കെ എന്നെ കൊണ്ടാക്കി തരാൻ ആൾക്കാരൊക്കെ ഉണ്ടാവും, പക്ഷെ ഇന്ന് ഞാൻ ഒറ്റക്കാണ്. അപ്പൊ ഒന്ന് ഒറ്റക്ക് പോയി ബസ്സിലൊക്കെ പോയി അർമാദിക്കാന്ന് വിചാരിക്കുകയാണ്. കണ്ണട വെച്ചത് നോക്കണ്ട, ഞാൻ അവിടെ എത്തുമ്പോഴത്തേന് ലെൻസ് ഒക്കെ വെക്കുന്നതായിരിക്കും. ബിക്കോസ് കണ്ണട വെച്ചിട്ട് ഞാൻ അത്ര കോൺഫിഡന്റ് അല്ല, എനിക്ക് ഇഷ്ടമല്ല കണ്ണട വെക്കുന്നത്. പിന്നെ ട്രാവൽ ചെയ്യുമ്പോൾ ട്രാവൽ ഫ്രണ്ട്ലി സ്പെക്സ് ആയതുകൊണ്ട് മാത്രം സ്പെക്സ് വെക്കുന്ന, ലെൻസ് വെച്ച് നമ്മൾ എപ്പോഴും ട്രാവൽ ചെയ്തിട്ടുണ്ടെങ്കിലും കുറച്ച് ശോകമാണ്. അപ്പൊ വിയർത്തു, ഞാൻ ഇച്ചിരി സൺസ്ക്രീനും മോയ്സ്ചറൈസർ ഇട്ടതാണ്. പെട്ടെന്ന് മുഖം ഇങ്ങനെ വേർക്കുന്ന പോലെ ഉണ്ട്. ഇറ്റ്സ് ഓക്കെ. അപ്പോൾ നമുക്ക് പോകുമ്പത്തെ വിശേഷങ്ങളൊക്കെ ഞാൻ നിങ്ങളടുത്ത് ഷെയർ ചെയ്യാം. അങ്ങനെ നമ്മൾ വീടും പൂട്ടി ചാവിയൊക്കെ എടുത്ത്, പണ്ടൊക്കെ എനിക്കൊരു സ്വഭാവമുണ്ട്, ചെരുപ്പിൻ്റെ അകത്ത് ചാവി വെച്ച് പോകുന്ന സ്വഭാവം. സോ ഇപ്പോൾ ഞാനത് നിർത്തി. അപ്പോൾ അങ്ങനെ നമ്മൾ ബസ്സൊക്കെ കയറി. ആക്ച്വലി ഞാൻ പോകുന്ന സ്ഥലങ്ങൾ ഏതാണെന്നോ അല്ലെങ്കിൽ ഇത് എവിടെയാണ്, എങ്ങനെയാണ്, ഇവിടേക്ക് എങ്ങനെയാണ് പോകാമെന്നൊന്നും എനിക്കറിയില്ല. ബട്ട് ഞാൻ ചോദിച്ചു പോകും. അപ്പോൾ ആദ്യം ഞാൻ പറവൂർ സ്റ്റാൻഡിലേക്ക് പോയി. എന്നിട്ട് പറവൂരിൽ നിന്ന് ബസ് കയറി അങ്കമാലി പോയി. അങ്കമാലിയിൽ നിന്ന് അടുത്ത ബസ് കയറി മഞ്ഞപ്രയിലാണ് ആക്ച്വലി വർക്ക് നടക്കുന്നത്. അങ്ങനെ നമ്മൾ ഒട്ടും ലാഗ് ഇല്ലാതെ വർക്ക് സ്റ്റാർട്ട് ചെയ്തു. ഈ വരുന്നുണ്ടോ നമ്മുടെ ബ്രൈഡും ഗ്രൂമും നല്ലൊരു കപ്പിൾസ് ആയിരുന്നു. അപ്പോൾ യൂഷ്വലി നമുക്ക് എല്ലാ വർക്ക്സിനും ഉള്ള പോലെ തന്നെ യൂഷ്വൽ സെറിമണീസ് ഒക്കെ കഴിഞ്ഞു. ജസ്റ്റ് സ്റ്റാർട്ടിങ്ങിൽ ആ ഒരു ഇൻട്രൊഡക്ഷൻ മാത്രമേ എനിക്ക് ഉണ്ടായിരുന്നുള്ളൂ. എല്ലാം വളരെ പെട്ടെന്നായിരുന്നു. എന്താ പറയാ, ഒന്നിനും ടൈം കിട്ടിയില്ല. പെട്ടെന്നാണ് നമുക്ക് വേറൊരു വർക്ക് വന്ന്. സോ ഇത് കഴിഞ്ഞ് അടുത്ത വർക്കിന്റെ സ്ഥലത്തേക്ക് പോകണം, വണ്ടി ഇല്ല. സോ ബസ്സിന് പോകണം. മൊത്തത്തിൽ അങ്ങനെ ഭയങ്കര ടാസ്ക് ആയിട്ട് ഇരിക്കണം ഇപ്പൊ ഞാൻ. അങ്ങനെ ഗൈസ്, ഞാൻ അടുത്ത വർക്കിന് പോവാം. ആക്ച്വലി എനിക്ക് വർക്ക് വൈകിട്ട് എടപ്പള്ളിയിലായിരുന്നു. പക്ഷെ പെട്ടെന്നാണ് ഞാൻ മറ്റേ വർക്കിന് നിൽക്കുന്ന സമയത്ത് വിളിച്ച് പറഞ്ഞു ആ ഒരു വർക്ക് ക്യാൻസൽ ആയിട്ടുണ്ടെന്ന്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊരു വർക്ക് ക്യാൻസൽ ആവുന്നത് ഭയങ്കര വിഷമമുള്ള ഒരു കാര്യമാണ്. അതിന് റീസൺ വേറൊന്നുമല്ല, ഞാൻ കഷ്ടപ്പെട്ട് വർക്കിന് പോയിട്ടാണ് ക്യാഷ് ഉണ്ടാക്കിയിട്ട് കഞ്ഞി കുടിക്കുന്നത്. സോ അതുകൊണ്ട് എന്താ പറയുക, ഒരു വർക്ക് ക്യാൻസൽ ആവാന്ന് പറഞ്ഞാൽ അത് എന്നെക്കൊണ്ട് സഹിക്കാൻ പറ്റാവുന്നതിൽ അപ്പുറമാണ്. അപ്പോൾ തന്നെ വേറൊരു വർക്ക് വന്നപ്പോൾ ഞാൻ ഫുൾ ഹാപ്പിയായി. അത് പിന്നെ തൊടുപുഴയാണെന്നൊന്നും ഞാൻ നോക്കിയില്ല. ഞാൻ അപ്പം തന്നെ ബസ്സും കയറി നേരെ അങ്ങോട്ട് വിട്ടു. ഇന്നത്തെ ഒരു ഡേയിൽ ഏറ്റവും കൂടുതൽ എന്നെ ബാധിച്ചൊരു കാര്യം ഫുഡായിരുന്നു. കാരണം ഞാൻ രാവിലത്തെ വർക്കിന് പോയപ്പോൾ ഫുഡൊന്നും കഴിക്കാണ്ടാണ് അവിടെ നിന്ന് ഇറങ്ങിയത്. വൈകിട്ട് വർക്ക് കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഞാൻ ഫുഡ് കഴിക്കുള്ളൂ. അപ്പോൾ അത്രയും സമയം ഞാൻ വെയിറ്റ് ചെയ്യണം. പക്ഷെ അതൊന്നും ഞാൻ വലിയ കാര്യമാക്കിയില്ല. നമുക്ക് ആ ഒരു വർക്ക് ചെയ്യണമല്ലോ എന്നുള്ള ഒരു തോട്ടിൽ നമ്മൾ അത് ഭംഗിയാക്കാമെന്ന് മാത്രമേ ഞാൻ ചിന്തിച്ചുള്ളൂ. അങ്ങനെ നൈസായിട്ട് ഞാൻ ഡ്രസ്സൊക്കെ ചെയ്ത്, ഇത് 2-3 വീഡിയോസ് ഒക്കെ എടുക്കാനുള്ളതിനൊരു പ്രഹസന വീഡിയോ ഉണ്ടോ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. വൈകിട്ടത്തെ വർക്ക് എന്ന് പറയുന്നത് ഒരു 25th വെഡിങ് ആനിവേഴ്സറി ആണ്. കേട്ട് കഴിഞ്ഞാൽ ഒരു നിസ്സാരം പോലെ തോന്നുമെങ്കിലും പക്ഷെ നമ്മുടെ കപ്പിൾസ് ഭയങ്കര അടിപൊളിയായിരുന്നു. അവരുടെ ഹോൾ ഫാമിലി ആണെങ്കിലും അവരുടെ പിള്ളേരാണെങ്കിലും ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നു. ഇത് പ്രോഗ്രാമിന്റെ കുറച്ച് ക്ലിപ്സ് ആണ്. ആക്ച്വലി ഇതിന്റെ വോയിസ് കൊടുക്കാന്ന് വിചാരിച്ചപ്പോൾ നമുക്ക് കോപ്പിറൈറ്റ് കിട്ടുന്നുണ്ട്. ആദ്യം നമ്മുടെ ഗ്രൂം എൻട്രി ആയിരുന്നു, ഗ്രൂമിന് ശേഷം പിന്നെ ബ്രൈഡ്. അങ്ങനെ ഇപ്പൊ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് നമ്മുടെ ബ്രൈഡ് എൻട്രി. അതായത് നമ്മുടെ 25 ഇയേഴ്സ് ആനിവേഴ്സറി ആയിട്ടുള്ള ഹസ്ബൻഡിനും വൈഫിനും സെപ്പറേറ്റ് എൻട്രി ആണ്. ഒരാൾ നമ്മുടെ മലയാളം തീം ഓർ കേരള തീമിലുള്ളൊരു വേ ഓഫ് എൻട്രി, ഒരാൾ നോർത്ത് സ്റ്റൈലിലാണ്. അവരുടെ കണ്ടുമുട്ടിയിട്ടുള്ള ആ ഒരു സ്റ്റോറി തീം ബേസ്ഡ് ആയിട്ടായിരുന്നു അവരുടെ ആ ഒരു എൻട്രി അവർ പ്ലാൻ ചെയ്തിട്ടുണ്ടായത്. അതിനുശേഷം പിന്നെ നമ്മുടെ ഓരോരോ കലാപരിപാടികൾ സ്റ്റാർട്ട് ചെയ്തു. ഈ ഡാൻസ് കളിച്ചത് അവരുടെ ഫാമിലിയിലെ ഒരു മെമ്പറായിരുന്നു കേട്ടോ. ഭയങ്കര ഡാൻസറാണ്. എനിക്ക് തോന്നുന്നു ആ ഒരു ഫാമിലിയിലെ അധികം പേർക്കും എന്താ പറയുക, ഒരുപാട് കഴിവുകളുള്ളൊരു പീപ്പിൾസ് ആയിരുന്നു. ഗേൾസ് ആൻഡ് ബോയ്സ് എവ്രി വൺ, ലിറ്ററലി നമ്മുടെ ഹസ്ബൻഡും വൈഫും എല്ലാവരും ഡാൻസ് ആയിരുന്നു. അങ്ങനെ അവിടെ നിന്ന് പരിപാടിയൊക്കെ മൊത്തം കഴിഞ്ഞ് ഞാൻ ഇറങ്ങി. ആക്ച്വലി ഞാനൊരു 1.5 മണിക്കൂർ ബസ് കിട്ടാണ്ട് കാത്തു നിന്ന് അവസാനം എനിക്ക് ബസ് കിട്ടിയിട്ട് ഞാൻ എറണാകുളം എത്തിയിട്ട് എന്നെ വിളിക്കാൻ വരാമെന്ന് പറഞ്ഞവരെ കാത്ത് ഞാൻ 1.5 മണിക്കൂർ ഇരുന്ന്. അങ്ങനെ മൊത്തത്തിൽ അന്നത്തെ ദിവസം ഒരു ജഗ പുകയായിരുന്നു.
പക്ഷെ എന്തായാലും എനിക്ക് ഓൾ ടോട്ടൽ പ്രോഗ്രാം ആയാലും എന്തായാലും ഇഷ്ടപ്പെട്ടു. ഞാൻ ഭയങ്കര ഹാപ്പിയാണ്, സാറ്റിസ്ഫൈഡ് ആണ്. ബട്ട് അതേസമയം തന്നെ ഞാൻ നല്ല ടയേർഡും ആയിരുന്നു. അപ്പോൾ ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അപ്പോൾ അത്രയും ബൈ.